എഞ്ചിൻ ഓയിലാണ് കേട്ടോ. അപ്പോൾ ബോണറ്റ്, നമ്മൾ വണ്ടിയുടെ ബോണറ്റ് തുറന്നു. നമ്മൾ ഫസ്റ്റ് ഗിയർ എന്ന് വെച്ചാൽ ഇതേ നോക്കിയേ, ഒരു ക്ലിപ്പ് ഉണ്ട്. ഈ ക്ലിപ്പ് താഴോട്ടാണ് എങ്കിൽ ഈ രണ്ട് എയർ ഫുള്ളായാൽ മാത്രമേ നമ്മുടെ വണ്ടി മുന്നോട്ട് പോവുകയുള്ളൂ, നമുക്ക് ബ്രേക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എയറിന്റെ 2 ടാങ്കാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു 2 ടാങ്കിലാണ് അതിനാവശ്യമായിട്ട് മാക്സിമം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ടെമ്പറേച്ചറും, അതുപോലെ തന്നെ ചെറിയ വണ്ടിയിലുള്ളതുപോലെ തന്നെ സ്റ്റിയറിങ്ങും, അതുപോലെ തന്നെ ഗിയറുണ്ട്. പിന്നെ അതേ നോക്കിയേ, ആക്സിലേറ്റർ, ബ്രേക്ക്. ഹലോ ഗൈസ്, ടാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറുപ്പം മുതലേ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു വലിയ വണ്ടി എങ്ങനെ ഓടിക്കാം പഠിക്കാം, അല്ലെങ്കിൽ ഒരു ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹമാണ് ഒരു വലിയ വണ്ടി എങ്ങനെ ഓടിക്കാം. അന്നൊക്കെ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരിക്കും കേട്ടോ, ഒരു വലിയ വണ്ടി ഓടിക്കുന്നു, മറ്റു കാര്യങ്ങൾ, ഗിയർ ഇടുന്നത് എന്നൊക്കെ നമ്മൾ നോക്കിയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ വണ്ടി, ചെറിയ കാറ്, അങ്ങനെയുള്ള ലൈസൻസ് ഒക്കെ എടുക്കും, അത് നമ്മൾ ഓടിച്ച് പഠിക്കും. അതിന് ശേഷമുള്ള ഒരു ആഗ്രഹമാണ് നമുക്കൊരു വലിയ വണ്ടി എങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഓടിക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകണം കേട്ടോ. ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ലൈസൻസ് എടുക്കണം. അവിടെ നിന്ന് ചെറിയതായിട്ടുള്ള ക്ലാസ് തരും, അത്യാവശ്യം ബേസിക് ക്ലാസ് നമുക്ക് തരും. ഒരു വണ്ടി കിട്ടിയാൽ എങ്ങനെ ഓടിക്കണം, ഒരു ചെറിയ സ്റ്റിയറിംഗ് ബാലൻസ്, അതുപോലെ തന്നെ ഗിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവർ ചെറിയൊരു ക്ലാസ് നമുക്ക് തരും. ആ ഒരു ക്ലാസ് നമ്മളെ മൈൻഡിൽ വെച്ചിരിക്കണം. എങ്ങനെ മനസ്സിലായല്ലോ, എങ്ങനെ വണ്ടി ഓടിക്കുക എന്നുള്ളതിൽ ആ ഒരു മൈൻഡ്, അവർ തരുന്ന ആ ഒരു ക്ലാസ് നമ്മളെ മൈൻഡിൽ വെച്ചിരിക്കണം. എന്ന് വെച്ചാൽ നമുക്കൊരു കാർ ഓടിക്കുന്ന ലാഘവത്തോടു കൂടി ഒരു വലിയ വണ്ടി നമുക്ക് ഓടിച്ച് പോവാം. അപ്പോൾ നമ്മൾ കുറച്ച് ട്രിക്കുകളുണ്ട്, അതുപോലെ തന്നെ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ തന്നെ നമുക്ക് ഡ്രൈവിംഗ് സൂപ്പറായിട്ടൊരു വലിയ വണ്ടി ഓടിച്ച് പോകാൻ പറ്റും കേട്ടോ. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കുന്ന സമയത്ത് അവർ നമുക്ക് തരുന്നത് പഴയ വണ്ടിയായിരിക്കും. അപ്പോൾ ആ ഒരു വണ്ടിയും ഇപ്പം പുതിയ മോഡൽ വണ്ടികളൊക്കെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഗിയർ ആയിരുന്നാൽ തന്നെയും, അതുപോലെ തന്നെ സ്റ്റിയറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഒരു വലിയ പണ്ടത്തെ വണ്ടിയിൽ വലിയ സ്റ്റിയറിങ് ആയിരിക്കും. ഇപ്പം ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ ചെറിയ കാറിൻ്റെ ആ ഒരു ചെറിയ സ്റ്റിയറിങ് ഒക്കെയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഗിയറൊക്കെ ചെറിയ ഗിയറാണ്, നമ്മൾ കാറിലൊക്കെ ഇടുന്ന പോലത്തെ ഗിയർ സെറ്റപ്പുകളാണ്. അപ്പോൾ നമുക്ക് അത്രത്തോളം എളുപ്പമാണെന്നാണ് അർത്ഥം. വണ്ടി ഓടിക്കാൻ, വലിയ വാഹനങ്ങൾ ഓടിക്കാൻ നമുക്ക് അത്രത്തോളം എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാർ ഓടിക്കാൻ അറിയാമെങ്കിൽ കുറച്ച് കാര്യം കൂടെ മനസ്സിലാക്കിയാൽ നമുക്ക് വലിയ വാഹനങ്ങൾ ഓടിക്കാം. മനസ്സിലായില്ലേ? ഈ ഒരു വലിയ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ വണ്ടിയുടെ ഡിസ്റ്റൻസ്, നമ്മളെ വണ്ടിക്ക് എത്ര ലോങ് ഉണ്ട്, ആ ഒരു കാര്യം നമ്മളെ മൈൻഡിൽ വെച്ചിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മിറർ, നമ്മുടെ 2 സൈഡിലും മിറർ ഉണ്ടാവും. ആ 2 മിററിലെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ കാണാൻ കഴിയുന്ന ദിശയെന്ന് വെച്ചാൽ ഫ്രണ്ടിലോട്ടുള്ള ഒരു വലിയൊരു ഒരു സ്ക്രീൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളെ കാറിനകത്ത് നമുക്ക് ഒരു ചെറിയ സ്ക്രീൻ ആയിരിക്കും. പക്ഷേ നമ്മൾ വലിയ വാഹനങ്ങളിൽ ഇരിക്കുമ്പോഴും നമ്മളെ പൊക്കത്തിലാണ് ഇരിക്കുന്നത്, നമുക്കുള്ള കാഴ്ചയെന്ന് വെച്ചാൽ ഒരു വലിയ സ്ക്രീൻ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ നല്ല വൃത്തിയായി കാണാൻ പറ്റും, വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. അപ്പം നമ്മൾ 2 സൈഡിൽ നോക്കിയാലും നമ്മൾ 2 കണ്ണ് വേണം എന്ന് ഈ ഒരു ഗ്ലാസിനെ വിശേഷിപ്പിക്കാൻ കേട്ടോ. എന്ന് വെച്ചാൽ 2 കണ്ണ്, മൊത്തത്തിൽ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് 4 കണ്ണിന്റെ ആവശ്യമുണ്ട്. 2 കണ്ണ് മിററാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മത്സര ബുദ്ധിയോടുകൂടി വണ്ടി ഓടിക്കാൻ പാടില്ല കേട്ടോ. ലോഡായിരുന്നാൽ തന്നെയും കാലി ആയിരുന്നാൽ തന്നെയും നമ്മുടെ വണ്ടി എന്താണെന്ന് നമുക്കറിയാം, നമ്മളെ വണ്ടിയിൽ ലോഡ് എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മുടെ അടുത്തൂടെ ഒരുത്തൻ സ്പീഡിന് പോവുക എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്പീഡിന് പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ എന്താണ്, ഒരു വലിയ വണ്ടി ലോഡൊക്കെ ആയിട്ട് വരുമ്പോൾ ബാക്കിൽ എന്താണ്, അങ്ങനെ ഒന്നും നമുക്ക് കാണാൻ കഴിയത്തില്ല കേട്ടോ. പഠിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം സ്പീഡ് കുറച്ച് വേണം പഠിക്കാൻ കേട്ടോ. സ്പീഡ് കുറച്ച് വേണം പഠിക്കാൻ. എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റിയറിങ് എത്രത്തോളം വളയ്ക്കുന്നവരെ വണ്ടി എത്രത്തോളം വളയും, നമ്മൾ ഒരു 2 തിരിവ് തിരിച്ചാൽ, സ്റ്റിയറിങ് 2 തിരിവ് തിരിച്ചാൽ നമ്മുടെ വണ്ടി എത്രത്തോളം തിരിയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ആ ഒരു പഠിക്കാനുള്ള സമയത്ത് നമ്മൾ നോക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ക്ലച്ച് എത്രത്തോളം ലൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ വണ്ടി മൂവ് ആവുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം കേട്ടോ. ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ വണ്ടിയെ കുറിച്ചിട്ട്. ഏതൊരു വണ്ടിയിൽ നമ്മൾ ആദ്യം കയറിയാലും നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് വണ്ടിയുടെ മൂവിങ് ആണ്. എന്ന് പറഞ്ഞാൽ വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എത്രത്തോളം പോകുന്നുണ്ട്, നമ്മളെ ക്ലച്ച് നല്ല ക്ലിയർ ആണോ, നമ്മൾ ക്ലച്ച് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി ഓട്ടോമാറ്റിക് പോകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ യാതൊരു വലിയ വണ്ടിയുടെ ഉൾഭാഗത്തും ഒരു മീറ്റർ ഉണ്ടാവും, അത്യാവശ്യം വലിയ മീറ്റർ. പിന്നെ നമ്മൾ കാണാത്ത കുറച്ച് നീഡിലുകൾ, സ്പീഡോ മീറ്റർ,
പിന്നെ അങ്ങനെ കുറച്ച് RPMന്റെ മീറ്റർ, പിന്നെ അല്ലാതെ തന്നെ അത് സൈഡിൽ 2 മീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അതിന് മുന്നേ നോക്കിയേ, ചെറിയ വണ്ടിയിലുള്ളതുപോലെ തന്നെ സ്റ്റിയറിങ്, അതുപോലെ തന്നെ അതെ ഗിയർ ഉണ്ട്. പിന്നെ അതേ നോക്കിയേ, ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഇത് 3 തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ചെറിയ വാഹനങ്ങൾ നമ്മൾ ഓടിക്കുമ്പോൾ എന്തൊക്കെയാണ് അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പം വലിയ വണ്ടിയിൽ പ്രത്യേകിച്ച് കൂടുതൽ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പേടിച്ച് അങ്ങനെ ഓടിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കാറിന്റെ ഉപയോഗം കണക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ വലിയ വണ്ടിയിൽ അകത്ത് കയറിയാൽ നമുക്കൊരു മീറ്റർ ബോർഡിന് പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റർ ബോർഡ് ഒന്ന് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ 2 എയർ ടാങ്കിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. എന്ന് പറയുമ്പോൾ വണ്ടികൾ, ഇപ്പോഴത്തെ വണ്ടികളെല്ലാം എയറിലാണ് നമ്മളെ വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ക്ലച്ച് ചവിട്ടുമ്പോൾ താന്നു പോകുന്നത്, ഗിയർ ഇടുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ 2 എയർ ടാങ്കിലുള്ള ആ ഒരു എയർ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം ഓക്കെ ആവുന്നത് കേട്ടോ. ഈ ഒരു എയർ ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ എയർ എപ്പോഴും ഒരു 8-10 ലെവലിൽ നമുക്ക് എയർ നിൽക്കണം. ഓക്കെ, ഈ ഒരു 2 ടാങ്കിലും 8-10 എന്നുള്ളൊരു ലെവലിൽ നമ്മുടെ എയർ നിൽക്കണം. വലിയ വണ്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കേസാണ്. എന്ന് പറഞ്ഞാൽ 10-8 ആയ നമുക്ക് ബ്രേക്ക് കിട്ടും. പിന്നെ 6-6ന് താഴോട്ടൊന്നും വണ്ടിക്ക് ബ്രേക്ക് കിട്ടത്തില്ല. നമുക്ക് 6ന് മേളിലോട്ട് വന്നാലേ നമുക്ക് ബ്രേക്ക് മറ്റു കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ 6ന് താഴോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പം കിട്ടത്തില്ല, ക്ലച്ച് താന്ന് പോകത്തില്ല, ഗിയർ ഇടുമ്പം ഗിയർ വീഴത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു 2 കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. വണ്ടിയുടെ എയർ ടാങ്കിനെ സൂചിപ്പിക്കുന്നതാണ് ഈ 2 നീഡിൽസ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ RPM ഉണ്ട്. RPM എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്റർ നമ്മൾ വണ്ടി എത്രത്തോളം സ്പീഡിന് പോകും അത്രത്തോളം ഉള്ള ആ ഒരു സ്പീഡിനെ കുറിച്ചാണ് കേട്ടോ. പിന്നെ അടുത്തത് എല്ലാവർക്കും അറിയാം, ഇത് പെട്രോൾ ടാങ്കിന്റെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ വണ്ടിയുടെ ടെമ്പറേച്ചറിനെ സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. ടെമ്പറേച്ചർ നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം കാലാവസ്ഥയിൽ ഒരു 80-85 നമുക്ക് പോവാൻ കേട്ടോ. 85-90-നകത്തൊക്കെ നമുക്ക് പോവാൻ, വേറെ കുഴപ്പമില്ല. 100-100ന് മുകളിലോട്ടൊക്കെ വന്നാൽ, ടെമ്പറേച്ചർ 100-100ന് മുകളിലോട്ടൊക്കെ വന്നാൽ വണ്ടി സൈഡാക്കിയിട്ട് നോക്കണം കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പം ഓയിൽ കുറഞ്ഞിരിക്കാം, അതുപോലെ തന്നെ റേഡിയേറ്ററിൽ വെള്ളം കുറഞ്ഞിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടെമ്പറേച്ചർ കൂടാൻ ചാൻസ് ഉണ്ട്. മാക്സിമം 80-90 ആ ഒരു ലെവലാണ് വലിയ വണ്ടിക്ക്, വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ഇത് കേട്ടോ. പിന്നെ 100-120 വന്നാൽ ഡേഞ്ചറാണ് കേട്ടോ, വണ്ടി കത്തിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. മാക്സിമം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ടെമ്പറേച്ചറും അതുപോലെ എയറിൻ്റെതും, ഈ ഒരു 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിക്കകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി വണ്ടിയുടെ വെളിയിൽ വണ്ടിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ആ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ വെളിയിലേക്ക് പോയിട്ട് ആ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. വണ്ടി എടുക്കും മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ഒരു ലോഡ്, നമ്മളൊരു വലിയ ലോഡായിട്ട് പോകുന്നു, അതിന് മുന്നേ നമ്മൾ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പകുതി അപകടങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിവായി കിട്ടും കേട്ടോ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എൻജിൻ ഓയിലാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻജിൻ ഓയിലാണ് കേട്ടോ. അപ്പോൾ ബോണറ്റ്, നമ്മൾ വണ്ടിയുടെ ബോണറ്റ് തുറന്നു, ദേ ഇവിടെ ഒരു നീഡിലുണ്ട് കേട്ടോ. ഈ നീഡിൽ ഇങ്ങനെ പുറത്തെടുത്തിട്ട് നമ്മൾ നോക്കുക. ഇതാണ് ആ നീഡിൽ കേട്ടോ, ഒരു വലിയ നീഡിലാണ്. ഓക്കെ, ഈ നീഡിൽ അവിടെ ഒരു L എന്ന് എഴുതിയിട്ടുണ്ട്, H എന്ന് എഴുതിയിട്ടുണ്ട്, ലോയും ഹൈയും. അപ്പം നമുക്ക് ഈ ഒരു ഓയിൽ നോക്കേണ്ടത് ലോ ആവാൻ പാടില്ല, അതേപോലെ ഹൈക്ക് മേളിലും ആവാനും പാടില്ല. അതിന് 2ൻ്റെയും ഇടയ്ക്കൊക്കെ ആവുന്ന രീതിയിൽ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെയാണ് വണ്ടിയിലെ റേഡിയേറ്ററിൻ്റെ വാട്ടർ, അത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട് മിനിമം മാക്സിമം, കണ്ടല്ലോ. മാക്സിമം ആയാലും കുഴപ്പമില്ല, മാക്സിമത്തിന് മുകളിലോട്ടാവാൻ പാടില്ല. ഓക്കെ, മിനിമം കുഴപ്പമില്ല, അതേപോലെ തന്നെ മാക്സിമം, ഇതിന് സെൻറ്ററായിട്ട് നിന്നാലും കുഴപ്പമില്ല, മാക്സിമം ആയിരുന്നാലും വലിയ വേറെ കുഴപ്പമൊന്നുമില്ല. ആ ഒരു ലെവലിൽ നമ്മളെ റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടാകും, നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യണം. ഓക്കെ, ഒരു യാത്ര പോകുന്ന മുന്നേ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ സ്റ്റിയറിംഗ് ഓയിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങ് ഉൾഭാഗത്താണ് പറഞ്ഞത്, അതൊക്കെ കാണിച്ചു തരാം. അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റിയറിംഗ് ടൈറ്റൊക്കെ ആവണമെങ്കിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി.
പിന്നെ വേറെ ഇതിലങ്ങനെ പ്രത്യേകിച്ചൊന്നും ഈ ഒരു എഞ്ചിന്റെ ഭാഗത്ത് ശ്രദ്ധിക്കാനുള്ളതില്ല. പിന്നെ നമ്മൾ എഞ്ചിന്റെ ഭാഗമൊക്കെ നോക്കാൻ നേരത്ത് നമ്മൾ എഞ്ചിനൊക്കെ നോക്കണം. എഞ്ചിനിൽ വല്ല ഓയിൽ ലീക്കോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. നമ്മളെ എഞ്ചിന്റെ ആ ഭാഗമൊക്കെ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും നോക്കണം. വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എഞ്ചിനിൽ നിന്ന് ഓയിൽ ലീക്ക് ആവുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വണ്ടിയിൽ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഫ്രണ്ടിലെ ടയറാണ് കേട്ടോ. നമ്മളെ പിറകിലത്തെ ടയറിനേക്കാളും മെയിൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കാനുള്ളത് ഫസ്റ്റ് ഫ്രണ്ടിലെ ടയർ നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. ടയറിലെ ഞെട്ടെല്ലാം ടൈറ്റ് ആണെന്ന് നോക്കണം. അതുപോലെ തന്നെ ടയറിന് എന്തെങ്കിലും ഫാൾട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഓടാൻ ശ്രമിക്കണം കേട്ടോ. അതേപോലെ തന്നെ പുറക് സൈഡും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഇല്ല എന്നല്ല, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഞെട്ടുകളെല്ലാം ശ്രദ്ധിക്കണം. ഓരോ ഓട്ടം കഴിഞ്ഞ് വന്നിട്ടും എല്ലാം നോക്കണം. ഒരു ഞെട്ടൊക്കെ ടൈറ്റ് ആണോ ലൂസാണോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാം വണ്ടിയിൽ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ വണ്ടിയുടെ അടിഭാഗത്തോട്ട് നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. വണ്ടിയുടെ ബെയറിങ്ങിന്റെ സ്ക്രൂ എല്ലാം ടൈറ്റ് ആണോ ലൂസാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ വണ്ടിയുടെ അടിഭാഗത്ത് നമ്മൾ നോക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വണ്ടിയുടെ എയർ ഫിൽട്ടർ ഉണ്ടാവും. എയർ ഫിൽട്ടർ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ നല്ല മൈലേജ് നമുക്ക് വണ്ടിക്ക് കിട്ടും കേട്ടോ. പിന്നെ നേരത്തെ അകത്ത് ഞാൻ നിങ്ങൾക്ക് ആദ്യം 2 നീഡിൽ കാണിച്ചു തന്നില്ലായിരുന്നു എയറിന്റെ. ആ ഒരു എയറിന്റെ 2 ടാങ്കാണ് ഇത് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഈ ഒരു 2 ടാങ്കിലാണ് അതിനാവശ്യമായിട്ടുള്ള എയർ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൽ നിന്ന് ആവശ്യപരമായിട്ട് ബ്രേക്ക് യൂസ് ചെയ്യുമ്പം അങ്ങോട്ട് പോകുന്നു, അതുപോലെ തന്നെ ക്ലച്ച് യൂസ് ചെയ്യുമ്പം അങ്ങനെ പല ഭാഗത്തോട്ടായിട്ട് ഇത് പോകും കേട്ടോ. അതുപോലെ തന്നെ നമ്മളൊരു വലിയ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോവാം, പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കത്തില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ 2 എയർ ഫുള്ളാവണം. ഈ 2 എയർ ഫുള്ളായാൽ മാത്രമേ നമ്മുടെ വണ്ടി മുന്നോട്ട് പോവുകയുള്ളൂ, നമുക്ക് ബ്രേക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ മാക്സിമം 8, 10 ആ ഒരു ലെവലിൽ നിൽക്കണം ഈ ഒരു നീഡിൽ. അപ്പം നമ്മൾ ഈ ഒരു വലിയ വണ്ടിയുടെ ഗിയറിന്റെ സെക്ഷനിലേക്ക് വന്നാലേ ഇത് നോക്കിയേ. ഇപ്പൊ ഈ വണ്ടിയിൽ 9 ഗിയറുള്ള വണ്ടിയാണ് കേട്ടോ. 9 ഗിയർ ഉണ്ട് കേട്ടോ ഈ വണ്ടിയിൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ എന്ന് വെച്ചാൽ ഇതേ നോക്കിയേ, ഒരു ക്ലിപ്പ് ഉണ്ട്. ഈ ക്ലിപ്പ് താഴോട്ടാണ് എങ്കിൽ താഴോട്ടാണെങ്കിൽ ചെറിയ ഗിയർ 1 മുതൽ 5 വരെയുള്ള ഗിയർ കേട്ടോ. റിവേഴ്സ് 1, 2, 3, 4, 5. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഇടാളെന്ന് വെച്ചാൽ ഇത് നോക്കിയേ, ഈ ഒരു ക്ലിപ്പ് താഴോട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മളെ ഗിയർ സെൻട്രലായിരിക്കും വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു സെന്ററിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, അതിനുശേഷം വണ്ടി ഫസ്റ്റ്. ഓക്കെ, അതേപോലെ നേരെ ഫ്രണ്ടിലോട്ടാക്കുക റിവേഴ്സ്. പിന്നെ നേരെ ഇങ്ങോട്ട് വന്നിട്ട് സെക്കൻഡ്, അതേപോലെ നേരെ പിറകിൽ തേർഡ്, അതേപോലെ നേരെ ഇങ്ങ് വന്ന് ഇങ്ങ് അറ്റം പോയി ഫോർത്ത്. ഓക്കെ, ഇങ്ങ് പിറകിലോട്ട് വന്ന് ഫിഫ്ത്തിന് ശേഷം 5ാമത്തെ ഗിയറിന് ശേഷം 6ാമത്തെ ഗിയർ ഇടാളെന്ന് വെച്ചാൽ നേരെ ന്യൂട്രൽ ആക്കുക, ഈ ബട്ടൺ മുകളിലോട്ട് ആക്കുക, നേരെ ഫ്രണ്ടിലോട്ട്. ഓക്കെ, 6, പിറകിലോട്ട് 7, അതേപോലെ ഇങ്ങ് അറ്റം വന്ന് 8, നേരെ പിറകിൽ 9. ഓക്കെ, ആ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ഗിയർ ഇടാനുള്ളത്. പിന്നെ വേറെ മെത്തേഡ് വണ്ടികളിലൊക്കെ ആണെങ്കിൽ 5ാമത്തെ ഗിയറിന് ശേഷം ഇപ്പുറത്തോട്ട് ഒരു ഷിഫ്റ്റ് ഉണ്ടാവും. ആ ഒരു ഷിഫ്റ്റ് നമ്മൾ ഗിയർ അടിച്ചങ്ങിടണം. ഓക്കെ, അതിനുശേഷം അത് വലിയ ഹൈ ഗിയർ ആണ്, ഇപ്പുറത്തെ സൈഡിലോട്ട് ഹൈ ഗിയർ ആണ്. ചിലപ്പം 5, 6, 7 അങ്ങനെ ആയിരിക്കും. പിന്നെ ചെറിയ ഗിയർ ഈ ഒരു സെക്ടറിലോട്ട് നമ്മൾ അടിച്ചിടണം. അങ്ങനെയാണ് 2 ഗിയർ സെക്ഷൻ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ബട്ടൺ സെറ്റപ്പ് ആയിരിക്കും, 2ാമത്തത് അടിച്ചിടുന്ന ഗിയർ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഷിഫ്റ്റ്, ചെറിയ ഷിഫ്റ്റും വലിയ ഷിഫ്റ്റും. ഈ ഒരു സൈഡിൽ ചെറിയ ഷിഫ്റ്റ് ആയിരിക്കും, അതുപോലത്തെ ഈ ഒരു സൈഡിൽ വലിയ ഷിഫ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഗിയർ ഇങ്ങോട്ട് അടിച്ചിട്ടാൽ വലിയ ഷിഫ്റ്റ് 5, 6, 7, 8. അതേപോലെ ചെറിയ ഗിയർ ആക്കണമെങ്കിൽ വണ്ടി നേരെ ഇപ്പുറത്തോട്ട് അടിച്ചിടുക, ചെറിയ ഗിയർ 1, 2, 3 ആ ഒരു ഗിയർ നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു മെത്തേഡാണ് ഈ ഒരു വണ്ടിയിലൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ചില വണ്ടികളിൽ നോർമൽ ഗിയർ ആയിരിക്കും കേട്ടോ. എന്ന് പറയുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, 6 അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ അകത്തുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ പുറത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കേട്ടോ. ഇനിയിപ്പോ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കേസ് എന്ന് വെച്ചാൽ, നമ്മളിപ്പം വണ്ടി ഓടിക്കുകയാണല്ലോ, ഇപ്പൊ നമ്മൾ വണ്ടിയുടെ അകത്താണ്. അപ്പൊ ഇനി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന 2 കേസ് എന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് മിററിൽ കൂടെ ആ ഒരു സൈഡ് ബാക്ക് ഭാഗം കാണാം, ഒരു സൈഡ് ഭാഗം കാണാം, അതുപോലെ തന്നെ ആ ഒരു സൈഡും കാണാം. പിന്നെ അതേപോലെ ആ ഒരു ടയറിന്റെ ഭാഗം, ബാക്ക് ടയറിന്റെ ഭാഗം, ആ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ അടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, വണ്ടി പോകുമ്പോൾ ഉള്ള സൗണ്ടിന്റെ വ്യത്യാസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 2-3 ദിവസം നമ്മൾ വണ്ടി ഓടിക്കുമ്പം തന്നെ നമുക്ക് ആ വണ്ടിയുടെ ഒരു സൗണ്ട് മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ എഞ്ചിനിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള സൗണ്ട് വരുന്നുണ്ടോ, അതുപോലെ തന്നെ ടയറിൽ നിന്ന് എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ, അങ്ങനെയുള്ള സൗണ്ടുകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് നല്ലതാണ്. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, ടയറിന്റെ വല്ല ഞെട്ട അങ്ങനെ ഊരിയിരുന്നാൽ അതിന് വേറൊരു സൗണ്ട് ആയിരിക്കും,
അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്നാണ് ഒരു സൗണ്ട് വരുന്നതെങ്കിൽ നമ്മളത് ആക്സിലേറ്റർ കൊടുക്കാൻ നേരത്ത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഏത് പാർട്സിൽ നിന്നായിരുന്നാലും എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ സൗണ്ടിൻ്റെ മുഖേന നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഹെവി വാഹനങ്ങൾ അതുപോലെ തന്നെ ലോഡ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമ്മൾ സൗണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വണ്ടിക്ക് എന്തെങ്കിലും ടയറിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, സൗണ്ടിൻ്റെ വ്യത്യാസമുണ്ടോ, എഞ്ചിൻ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അതുപോലെ തന്നെ പുറത്തുള്ള സൗണ്ടുകൾ നമ്മൾ ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പഠിക്കണം. ഓക്കെ, അപ്പം നമ്മൾ വണ്ടിയിലെ പുറത്ത് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ നേരെ ഡ്രൈവിംഗ് സീറ്റിൽ കയറുക. ഓക്കെ, അതിനുശേഷം നമ്മളെ സീറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാവി ഇട്ട് നമ്മുടെ വണ്ടി ഓൺ ചെയ്യുക. അതിനുശേഷം ഒരു 5-6 മിനിറ്റുകൾക്ക് ശേഷം നമ്മുടെ എയർ ഫുള്ളാക്കുക. ഓക്കെ, എയറിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. അപ്പൊ ഈ ഒരു സാധനം ഫുള്ളാക്കിയതിന് ശേഷം നമ്മൾ സാധാ കാറ് എടുക്കുന്നത് പോലെ ക്ലച്ച് ചവിട്ടി അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയർ ഇട്ട് അതോടൊപ്പം നമ്മുടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് വേണം നമ്മൾ വണ്ടി എടുക്കാൻ കേട്ടോ. നമ്മൾ സാധാ കാർ യൂസ് ചെയ്തെടുക്കുന്നതൊക്കെ തന്നെ. അതിനുശേഷം നമ്മൾ സ്പീഡ് അനുസരിച്ചിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അതുപോലെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് 5th 6th അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെ നമുക്ക് പോവാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് എടുത്തു നോക്കാം. സീറ്റ് ബെൽറ്റ് ഇടുക. ഓക്കെ, അതിനുശേഷം നോക്കിയാൽ നമ്മൾ സാധാരണക്ക് തന്നെ ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്. നമ്മൾ ഗിയർ ഇട്ട കേട്ടോ. ക്ലച്ച് ചവിട്ടി ഗിയർ ഇട്ടതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുക. അതുപോലെ തന്നെ ക്ലച്ച് പതുക്കെ, കാല് പതുക്കെ നൈസായിട്ട് മാറ്റുക. വണ്ടി മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇനി ഓടിച്ചു പോവാം കേട്ടോ. സ്പീഡ് മാറുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ കാർ ഓടിക്കുന്നത് പോലെയാണ് കേട്ടോ ഇത് ഓടിക്കാനുള്ളത്. വല്ല പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വണ്ടിയുടെ വലിപ്പം ഒന്ന് മനസ്സിലാക്കണം, അതേപോലത്തെ ലെങ്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. അല്ലാതെ വേറെ ഒരു കാര്യവും മനസ്സിലാക്കാനുള്ളതില്ല. പിന്നെ അതേപോലെ നമ്മൾ സ്പീഡ് മാറുന്നതിനനുസരിച്ച് വണ്ടിയുടെ ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. വണ്ടിയുടെ സ്പീഡ് മാറുന്നതിനനുസരിച്ച് ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ ഇറക്കങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ചെറിയ ഗിയറിൽ ഇറങ്ങുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു വലിയ വാഹനം ഓടിക്കാൻ പറ്റും കേട്ടോ. ചെറിയ വാഹനം നമുക്ക് ഓടിക്കാൻ അറിയാലോ. ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഓടിച്ചു പോകാൻ കേട്ടോ. വലിയ പാടൊന്നുമില്ല. ഞാൻ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു വലിയ വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഗൾഫിൽ വരുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു ഹിന്ദിക്കാരനുണ്ടായിരുന്നു. അവനൊരു 3-4 ദിവസം എനിക്ക് പറഞ്ഞു തന്നു. ആ ഒരു സമയത്ത് എനിക്കൊന്നും അറിയത്തില്ല, എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാഷ എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ പഠിച്ചത് അതുപോലെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇതൊക്കെ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ച കാര്യമാണ്. ഒരു വലിയ വാഹനം ഓടിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അത് നമുക്കൊരു ചെറിയ കാർ എങ്ങനെയാണ് ഓടിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഓടിക്കാനുള്ളത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം നമുക്ക് ആ ഒരു ചെറിയ ലാഘവത്തോടു കൂടി തന്നെ വാഹനങ്ങൾ ഓടിക്കാം, വലിയ വാഹനങ്ങൾ ഓടിക്കാം കേട്ടോ. ഞാൻ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെയാണ് ഞാൻ നിങ്ങളെയും പഠിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. നമ്മൾ എങ്ങനെയാണ് വാഹനത്തിന് പുറത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതുപോലെ തന്നെ അകത്ത് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് പറയുമ്പോൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം അതും കൂടെ നമ്മൾ പഠിക്കണം. നമ്മൾ വെറുതെ വാഹനങ്ങൾ ഓടിച്ചാൽ പോയാൽ പോരാ, ആ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം സിയ.